അപ്പം ഹലോ ഗോയ്സ്, അസ്സലാമു അലൈക്കും. വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, നമ്മൾ ഇന്ന് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, ഞാൻ വിചാരിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ അയൺ ആർമർ ആവാമെന്ന് തന്നെ വിചാരിച്ചിന്. അപ്പോളാക്കി വെറുതെ അയണൊന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല. നേരിട്ട് നമുക്ക് ട്രേഡിങ് ഹാള് ഉണ്ടാക്കിയിട്ട് ആർമർ ആകാനെന്ന് തോന്നി. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഡയമണ്ട് ആർമർ ആവുക. അപ്പം ഞങ്ങൾക്ക് തോന്നുന്നു അവിടെ എന്താ ബാക്കിലൊരു ഇതൊക്കെ പന്നിയൊക്കെ നിൽക്കണേ. അവിടെ ഞാൻ ഒരു കൃഷിയൊക്കെ ഫാമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വീറ്റ് ഫാം ആരംഭിച്ചിന്, വലിയൊരു സംഭവം. പിന്നെ എനിക്കിപ്പോൾ തോന്നുക ഈ ബാക്കത്തെ ഫ്ലോർ മാറ്റിയിട്ട് സാധാ കോബിൾ സ്റ്റോണിനാക്കി ആക്കിയാലോ എന്ന് എനിക്കെന്തോ ഇപ്പോൾ ഇഷ്ടപ്പെടില്ല. ഗ്ലാസിൻ്റെ വര ഉള്ള ആ ഇത് പോകണം. എന്തെങ്കിലും മോഡുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുണ്ടെങ്കിൽ ഉണ്ട് തോന്നുന്നു, പക്ഷെ പോക്കറ്റ് എഡിഷനിൽ ഉണ്ടോയെന്ന് അറിയില്ല. അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ. അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഇത് ഇവിടെ തന്നെ വെക്കാം. നമ്മളിപ്പം ഇവിടെ സൈഡിൽ പ്ലെയിൻസ് ആക്കിയതിന് വലിയൊരു പ്ലെയിൻസ് ആക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ള വലിയൊരു അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഗൈസ്. അപ്പം ഇവിടെ വലിയൊരു പ്ലെയിൻസ് ആക്കിയിട്ട് വെച്ചിട്ട് ഞാൻ അത്രയും വലിയ ബാക്കി പ്ലെയിൻസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഷവൽ പൊട്ടാറായി. ഫസ്റ്റത്തെ ഡയമണ്ട് ഷവൽ ആയതുകൊണ്ട് ഞാൻ എടുത്തുവെച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ഷവൽ ഉണ്ടാക്കി. ഇതേ ക്രിയേറ്റീവിലൊന്നും ചെയ്തതല്ല ഗൈസ്, ഫുള്ള് സർവൈവലിൽ. അധികം സ്റ്റോണൊന്നുമില്ല, ഫുള്ള് ഡേർട്ടാണ്. അധികം കണ്ടില്ല നിങ്ങൾ, കുറേ ഡേർട്ടിൻ്റെ ഉണ്ട് കൈമേൽ. ഇനിയും ഉണ്ട് തോന്നുന്നു പെട്ടിയിൽ. പിന്നെ ഞാൻ അവിടെ ഒരു പ്രഷർ പ്ലേറ്റും വെച്ച്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രെയിനിങ് ഹാളാണ്. ഒരു അത്യാവശ്യം വലിയ ട്രെയിനിങ് ഹാള്. അപ്പം നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം. അപ്പം ഗായ്സ്, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ നടുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതിന് വില്ലേജിൻ്റെ 100 ബ്ലോക്ക് ദൂരത്തിന് ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ ആ ബെഡ് ലിങ്ക് ആവും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് റീസോഴ്സൊക്കെ വെച്ചിരിക്കുന്ന പെട്ടിയാണത്. അത്രയ്ക്ക് റീസോഴ്സൊന്നും വേണ്ടിയില്ലേനി ഞാൻ വിചാരിച്ച് വലിയൊരു ബിൽഡൊക്കെ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് ഇതൊരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അടുത്ത പ്രാവശ്യം നല്ല റീസോഴ്സൊക്കെ ആയിട്ട് അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന്. ഒരു ടെമ്പററി നമുക്ക് എമറൽഡ് ഒപ്പിക്കാനും ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും ആവാൻ മാത്രമുള്ളതാണ്. 9 വില്ലേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഭാഗം എൻട്രൻസും ബാക്കി 3 ഭാഗത്ത് 3 വില്ലേജസ്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണേ. വലിയൊരു സർക്കിളാണ്. ഈ പെട്ടി വെച്ചിരിക്കണതാണ് സെൻട്രൽ ബ്ലോക്ക്. അതിൻ്റെ 4 ഭാഗത്തേക്കും 8 ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ ബിൽഡ് ചെയ്തിരിക്കണേ. ഇപ്പം ഇതൊക്കെ കവർ ചെയ്തിട്ട് കാണാം. നമ്മൾക്ക് ഇതൊക്കെ ബ്ലാങ്ക് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. മുകളിൽ ഈ ബോർഡറായിട്ട് ഓക്കിൻ്റെ ലോഗന് വെക്കുക. നമുക്ക് ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്യണം. സ്ട്രിപ്പ് ചെയ്താലേ കാണാനൊരു ലുക്കുള്ളൂ ഗായ്സ്. ഇങ്ങനെ വെച്ചിട്ട് ബിൽഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെക്കുക. ഇവിടെ അല്ല ഗായ്സ്, ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് വെക്കുക. എന്നിട്ട് ആ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് അത് പോയെടുക്കുക. എന്നൊക്കെ എന്നാൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ വരിക. അപ്പം ഇവിടെ ഒരു എൻട്രൻസ് വെക്കുക. ഈ 2 ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ എൻട്രൻസ് വെച്ചിട്ട് ഇവിടെ വാതിൽ വെക്കുക. നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരുമ്പോൾ പിന്നെ വാതിൽ പൊട്ടിച്ചിട്ട് അവിടെ ബ്ലോക്ക് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ വില്ലേജേഴ്സ് എസ്കേപ്പ് ആവും. അപ്പം അതിനായിട്ട് വാതിൽ മാറ്റേണ്ടി വരും. അതെന്ന് വെച്ചെങ്കിൽ ഗൈസ്, പിന്നെ വില്ലേജേഴ്സിന് ഇത്രയും ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യണമാണ് ഇത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി തീർന്നതാണ്. അത്രയും ഭാഗം ഉണ്ടാക്കിയാണ്. അത്യാവശ്യം വലുതും അത്രയ്ക്ക് വലുതും അല്ല, നിൽക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റപ്പാണ്. മോഡൽ സ്റ്റോൺ ട്രിക്കും താഴെ സ്റ്റോൺ ട്രിക്ക് സെൻട്രലായിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിങ്ങനെ. അതിലാണ് നമ്മൾ ഈ ട്രാപ്പ് ഡോറൊക്കെ ക്രാഫ്റ്റ് ചെയ്തത്. 10 ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ബാക്കി ഒന്നുണ്ട്. നമ്മളൊരു മറ്റേ ഡോറും വെച്ചിങ്ങനെ, ബാക്കി 2 ഡോറുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ബെഡ് വെച്ചിട്ട് 2 വില്ലേജസിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ക്യാരറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ബ്രീഡ് ചെയ്യുക. എവിടെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യുക, അല്ലാതെ അവിടെ നിന്ന് എത്ര 50 വില്ലേജേഴ്സിനൊന്നും എനിക്ക് കൊണ്ടുവരാൻ വയ്യ. വില്ലേജേഴ്സ് തന്നെ ഒരു പെയിനാണ്. അതുകൊണ്ട് അത്രയും വില്ലേജേഴ്സിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും കഴിയൂല. അതുകൊണ്ട് നമുക്ക് 2 വില്ലേജേഴ്സിന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യുക.
ആ ക്യാരറ്റൊക്കെ ഇട്ടെടുത്തിട്ട് ബെഡ് കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ അത്രയും ബെഡ്. പിന്നെ അത് പോക്കറ്റ് എഡിഷൻ ആയതുകൊണ്ട് മുന്നിലോട്ട് ഇങ്ങനെ ബ്ലോക്ക് വെക്കുക. പോക്കറ്റ് എഡിഷനിലും ബെഡ് റോക്ക് എഡിഷനിലും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ വെച്ച് കൊണ്ടുവരാം വില്ലേജേഴ്സിനെ. ചില സമയമാകുമ്പോൾ ഇങ്ങനെ സ്റ്റക്കാവുക, അത് സീനില്ല. നമുക്കിങ്ങനെ വെച്ച് പോവുക, അവിടെ ഏറ്റവും പോവണം. എൻ്റെ കയ്യിലുള്ള ഡേട്ടൊക്കെ തീർന്ന്. പിന്നെ എല്ലാവരും ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 215 അടുത്ത് എത്തിയാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ള് വാച്ച് ചെയ്യുക. എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനോടെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. അപ്പം എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മൾ പോകുന്തോറും നമ്മളെ പയ്യെ റെഡിയാക്കി വെക്കുക. എന്നാൽ നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരുമ്പോൾ പാടുണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഡയമണ്ട് ഷവലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇനി ഞാൻ പ്ലെയിൻസ് ആക്കണേ നല്ലൊരു എഫിഷ്യൻസി 5 ഒക്കെ ഉള്ള ഒരു ഡയമണ്ട് ഷവലായിട്ടാവും. ഇനിയിപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഈ ഷവൽ വെച്ചിട്ടാക്കാൻ നിന്നാൽ തീരൂല. നല്ല ടൈം എടുക്കുന്നുണ്ട്. ഈ ഡയമണ്ട് ഷവലായിട്ട് പോലും നല്ല ടൈം എടുക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം പിടിച്ചിട്ടാണ്, ഇത്രയും ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതിൽ പകുതി മുക്കാൽ സമയം ഞാൻ ഇതിനാണ് വേസ്റ്റ് ചെയ്തത്. പിന്നെ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ എത്ര സമയം എടുക്കും എനിക്ക് അറിയില്ല, നോക്കട്ടെ. അത്രയ്ക്ക് സമയം എടുക്കും തോന്നുന്നില്ല. പക്ഷേ ഓരോരുത്തർ യൂട്യൂബർമാർ ചെയ്യണമൊക്കെ ഞാൻ കണ്ടിന്. 2-3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് വില്ലേജേഴ്സിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 200 ബ്ലോക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വലിയ വീറ്റ് ഫാം ഉണ്ടെന്ന്. അതാ വീറ്റ് ഫാം മാത്രമല്ല, എല്ലാ ക്രോപ്സും ഉണ്ടല്ലോ ഉണ്ടല്ലോ, അതൊക്കെ ഫാം ചെയ്യാൻ മാത്രം വലിയൊരു ഫാമിങ് ഏരിയയാണ്. ഇതാ ഞാൻ പിന്നെ ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റും വെച്ച്, 2 പ്രഷർ പ്ലേറ്റ് നമ്മളെ ഇൻവെൻറ്ററി ഒന്ന് സോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തിന് ഡേട്ട് പെട്ടിക്കകത്ത് എല്ലാ ഡേട്ടും വെച്ചേക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ താഴത്തെ പെട്ടിക്ക് അങ്ങോട്ട് വെച്ചേക്കുക. തൽക്കാലത്തിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. ഞാൻ സോർട്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ കൊണ്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ എല്ലാം കൊണ്ട് ഇതൊക്കെ തന്നെ വെക്കുക. നോട്ടിലൈറ്റ് ഷെല്ലൊക്കെ കിട്ടിയിട്ട് ഞാനൊരു ഡ്രോണിനെ കൊന്നപ്പോൾ ആ ഡ്രോൺ ഒരു ഗെയിമിൽ ട്രൈഡൻറ്റ്, ഒരു ഗെയിമിൽ നോട്ടിലൈറ്റ് ഷെല്ലും. അപ്പോൾ അതിന് കൊന്നപ്പോൾ ട്രൈഡൻറ്റ് കിട്ടിയില്ല, ഇത് കിട്ടി. അപ്പം നമുക്ക് ഒരു ബെഡും വെച്ചിരിക്കുക, ഈ വാട്ടർ ബക്കറ്റും വെച്ചിരിക്കുക. വാട്ടർ ബക്കറ്റ് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചാണ്. പിന്നെ അടിയിൽ ഞാൻ സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യുക. ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ ആദ്യം ഒരു ഷവൽ വേണം. പോക്കറ്റ് എഡിഷൻ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഷവലുണ്ടെങ്കിൽ ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ജാവ ആണെങ്കിൽ ബോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ 5 ഇതെടുത്തിട്ട് നേരെ കറക്കി വെക്കുക. എന്നിട്ട് ഷവൽ നടുക്കും വെക്കുക. അപ്പോൾ ഒരു ബോട്ട് ക്രാഫ്റ്റ് ആക്കുക. അപ്പം ഇനി ഇത് വെച്ചിട്ടാവും ഞാൻ വില്ലേജേഴ്സിനൊക്കെ പിടിക്കാൻ പോണേ. കുറേ സമയം എടുക്കും തോന്നണേ. ഇനിയിപ്പം ഞാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി അത്രയ്ക്ക് സമയം എടുക്കും തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഉള്ള ക്യാരറ്റ് മൊത്തം എടുത്തിട്ട് പോവുക. പിന്നെ കുറേ ബെഡും വേണം. വില്ലേജിൽ പോയിട്ട് കുറേ ബെഡ് കൊടുത്ത് പിന്നെ ഓലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ പിറുപിറുക്കണേനർത്ഥം എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൈൻക്രാഫ്റ്റിൽ വില്ലേജേഴ്സിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണേ. ഇതുവരെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വില്ലേജേഴ്സിനൊന്നും ട്രാൻസ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഇത്രയും കാലം കളിച്ചപ്പോഴും ഞാൻ എൻചാൻറ്റിങ് ടേബിൾ വയ്യേനി എൻചാൻറ്റിങ്സൊക്കെ എടുത്തുക്കണേ. എനിക്ക് വയ്യാണെങ്കിൽ എൻചാൻറ്റിങ് ടേബിൾ വയ്യനൊക്കെ എൻചാൻറ്റിങ്സൊക്കെ, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ബ്രീഡ് ചെയ്തൊപ്പിക്കുക. പിന്നെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഡയമണ്ട് ആർമർ ഒപ്പിച്ചേക്കാം. നമ്മളിപ്പം ഡീഡില്ല, അപ്പോൾ ഇവനെ പൊട്ടിച്ച് പോയി സ്വാതന്ത്ര്യത്തോടെ നടക്കട്ടെ എന്ന്. പിന്നെ മറ്റേ കൗനും ഷീപ്പിനും പിഗിനൊന്നും സ്വാതന്ത്ര്യമില്ല, അവരൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. പിന്നെ ഞാൻ പോയിട്ട് വില്ലേജേഴ്സിനൊക്കെ പിടിക്കട്ടെ. വില്ലേജേഴ്സിനൊക്കെ കൊണ്ടുപോയി അവിടെ ഇടണം. വില്ലേജേഴ്സ് പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കിയിട്ട് വേണം ബാക്കി പരിപാടി. വില്ലേജേഴ്സ് എവിടെ നിങ്ങൾ ഇവിടെ ഇതെവിടെ എടുത്തുണ്ട്, അതിനെ പിടിക്കുക. സോറി ഗായ്സ്, നമ്മൾ ഒരു വില്ലേജറിനെ അടിച്ചു പോയി. എന്താ ട്രേഡ് എന്താ ഈ ലെതറൊക്കെ കൊടുക്കുന്ന വില്ലേജർ, അവൻ്റെ
ഇതിൻ്റെ വർക്ക് സ്റ്റേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ 215 അടുത്ത് എത്തിയാണ്. ഞാൻ